എന്റെ രോഗങ്ങളെ നിൻ കരങ്ങൾ മാറ്റിയേ, വാഗ്ദത്തങ്ങൾ ഓരോന്നും വാസ്തവമായി ഭവിച്ചതിനാ. എന്റെ രോഗങ്ങളെ നിൻ കരങ്ങൾ മാറ്റിയേ, വാഗ്ദത്തങ്ങൾ ഓരോന്നും വാസ്തവമായി ഭവിച്ചതിനാ. ഇപ്പോൾ നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ പ്രക്ഷേപണം. ഇന്ന് ദൈവവചനത്തിൽ നിന്ന് താമരദാസൻ MG രാജൻ ആസാം ധ്യാനങ്ങൾ പങ്കുവയ്ക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. ദൈവം അബ്രഹാമിന് നൽകിയ ഒരു വലിയ വാഗ്ദത്തമാണിത്. ആ വാഗ്ദത്ത നിവൃത്തിയിൽ, അഥവാ ദൈവത്തിൻ്റെ ആ അനുഗ്രഹത്തിൻ്റെ വഴിയിൽ അബ്രഹാമിന് ഉണ്ടായ അനുഭവങ്ങൾ എന്തെല്ലാമായിരുന്നു എന്നതിനെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ചു കൊണ്ടിരുന്നത്. ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അപ്പം അങ്ങനെ ധാരാളം കാര്യങ്ങൾ ദൈവം അബ്രഹാമിന് തന്നെ എപ്പോൾ വിളിച്ചോ അന്ന് നൽകിയ വാഗ്ദത്തമാണ്. എന്നാൽ അവിടെ ഒന്നും അബ്രഹാമിനൊരു ശാപമുണ്ടാകുമെന്നോ, അല്ലെങ്കിൽ അബ്രഹാമിനൊരു രോഗമുണ്ടാകുമെന്നോ, അബ്രഹാമിനൊരു പ്രതിസന്ധി ഉണ്ടാകുമെന്നോ, അബ്രഹാമിന് ക്ഷാമമുണ്ടാകുമെന്നോ, അബ്രഹാമിന് മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നോ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല. പിന്നെയോ അനുഗ്രഹത്തിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ അബ്രഹാമിൻ്റെ ജീവിത വഴിയിൽ കേവലം അനുഗ്രഹങ്ങൾ മാത്രമായിരുന്നുവോ? അതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാം ചിന്തിച്ചത്. 5 കാര്യങ്ങളാണ് അതിനോട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിച്ചത്. ഒന്ന്, അബ്രഹാമിൻ്റെ ഈ അനുഗ്രഹത്തിൻ്റെ വഴിയിലൊന്ന്, തനിക്ക് വലിയ ക്ഷാമം നേരിടേണ്ടതായിട്ട് വന്നു. 2-ാമത്തെ കാര്യം, തൻ്റെ ജീവിതത്തിൽ തനിക്ക് പ്രാണഭയം, അന്യദേശത്തേക്ക് പോകുന്നതിനോടുള്ള ബന്ധത്തിൽ പ്രാണഭയം ഉണ്ടായതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുക. 3-ാമത്തെ കാര്യം, ലോത്തുമായിട്ട് ഒരു പിണക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമ്മിലൊരു പിണക്കമുണ്ടായി പിരിഞ്ഞതായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ലോത്തുമായിട്ട് അബ്രഹാം പിണങ്ങിയെന്നല്ല, മറിച്ച് ഇവരുടെ ദാസീദാസന്മാർ തമ്മിലാണ് പ്രയാസമുണ്ടായി. ഞാൻ ആ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചതാണ്. 4-ാമത്തെ കാര്യം, വാഗ്ദത്തങ്ങൾ ദൈവം നൽകിയത് തനിക്ക് ആ വാഗ്ദത്തം കൊടുത്ത ഉടനെ തന്നെ അതിൻ്റെ ആ നിവൃത്തി വന്നില്ല. പിന്നെയോ അതിന് വളരെ നാളുകൾ എടുത്തു. പ്രത്യേകിച്ച് തനിക്കൊരു മകനെ നൽകുന്നതിനോടുള്ള ബന്ധത്തിൽ വളരെ താമസം ഉണ്ടായി. ഏകദേശം 25 വർഷങ്ങളോളം അബ്രഹാം അതിനുവേണ്ടി കാത്തിരിക്കേണ്ടതായിട്ട് വന്നു. 5-ാമത്തെ കാര്യം, തൻ്റെ ജീവിതത്തിൽ പരീക്ഷകൾ നേരിടേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഇതെല്ലാം തൻ്റെ ജീവിതത്തിലൂടെ ഈ അനുഗ്രഹത്തിൻ്റെ വഴിയിൽ താൻ അനുഗ്രഹിക്കപ്പെട്ട് ഓരോ സ്റ്റെപ്പും മുമ്പോട്ട് പോകുമ്പോഴും അവിടെയെല്ലാം ഈ കാര്യങ്ങൾ കൂടി തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. യാക്കോബിൻ്റെ ലേഖനം 1:12 പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുക. അപ്പോൾ തൻ്റെ ജീവിതത്തിൽ പലവിധമായ പരീക്ഷകൾ കൂടി വന്നു. എന്നാൽ അതെല്ലാം അതിജീവിച്ച് അബ്രഹാം മുമ്പോട്ട് യാത്ര ചെയ്തു. ആ ഓരോ ഘട്ടം കഴിയുമ്പോഴും അബ്രഹാം അനുഗ്രഹിക്കപ്പെടുകയായിരുന്നു എന്നുള്ളതാണ്. ക്ഷാമം
തൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ അതിനുശേഷം അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടു. അന്യദേശത്ത് പ്രാണഭയം ഉണ്ടായെങ്കിലും അവിടെ അനുഗ്രഹിക്കപ്പെട്ടു. ലോത്തുമായിട്ട് പിണങ്ങേണ്ടി വന്നെങ്കിലും ലോത്ത് നല്ല ദേശം തിരഞ്ഞെടുത്തു പോയി. പക്ഷേ അബ്രഹാമിനെ ദൈവം കാണിച്ചു കൊടുത്ത സ്ഥലത്ത് തന്നെ അബ്രഹാം വസിച്ചു. അവിടെയായിരുന്നു അനുഗ്രഹം. അവിടെയും ദൈവം അനുഗ്രഹിച്ചു. വാഗ്ദത്ത നിവൃത്തി എന്ന് പറയുന്നത് താമസം നേരിട്ടെങ്കിലും ദൈവം നൽകിയത് ഏറ്റവും ഉത്തമമായിരുന്നു. പരീക്ഷണഘട്ടങ്ങളിൽ അബ്രഹാം അതിനെ അടിപതറാതെ നേരിട്ടതുകൊണ്ട് ദൈവം പിന്നെയും അബ്രഹാമിനെ അനുഗ്രഹിച്ചു. അങ്ങനെ അബ്രഹാമിൻ്റെ സന്തതി ലോകമെമ്പാടും നിറയുവാൻ ദൈവം ഇടയാക്കി. ആകാശത്തിലെ നക്ഷത്രങ്ങളെയും കടലിലെ മണലിനെയും എണ്ണുവാൻ സാധിക്കുമെങ്കിൽ എണ്ണിക്കോ എന്ന് പറഞ്ഞ സ്വർഗത്തിലെ ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചു. നോക്കണേ പ്രിയമുള്ളവരെ, ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. പക്ഷേ ഈ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞ ആ വഴിയിൽ പലവിധമായ പ്രതിസന്ധികൾ ഉണ്ടായി എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇനി മറ്റൊരു വേദഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുവാൻ എനിക്ക് സന്തോഷമുണ്ട്. അബ്രഹാം തൻ്റെ നാവിനാൽ പറയുന്ന ഒരു വാക്ക് ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 24-ാം അധ്യായത്തിൻ്റെ 40-ാമത്തെ വാക്യം. നാം ആ ഭാഗം ശ്രദ്ധയോടെ വായിക്കുമ്പോൾ അബ്രഹാം പറയുന്നു, ഞാൻ സേവിച്ചു പോരുന്ന യഹോവ തൻ്റെ ദൂതനെ നിന്നോടുകൂടെ അയച്ച്. അവിടെ വായിക്കുന്നത്, ഞാൻ സേവിച്ചു പോരുന്ന യഹോവ തൻ്റെ ദൂതനെ നിന്നോടുകൂടെ അയച്ച് നീ എൻ്റെ വംശത്തിൽ നിന്നും പിതൃഭവനത്തിൽ നിന്നും എൻ്റെ മകന് ഭാര്യ എടുപ്പാൻ തക്കവണ്ണം നിൻ്റെ യാത്രയെ സഫലമാക്കും. അതിൻ്റെ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ഉത്തമമായിട്ട് തോന്നും. അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇംഗ്ലീഷിൽ, ദ ലോർഡ് ബിഫോർ ഹും ഐ ഹാവ് വോക്ഡ്. ഞാൻ ഏത് ദൈവത്തിൻ്റെ മുമ്പാകെ നടന്നിരിക്കുന്നുവോ, നോക്കണേ, ദ ലോർഡ് ബിഫോർ ഹും ഐ ഹാവ് വോക്ഡ്. ഞാൻ ദൈവം മുമ്പാകെ നടന്നിരിക്കുന്ന തൻ്റെ ജീവിതത്തെക്കുറിച്ച് അബ്രഹാമിൻ്റെ സാക്ഷ്യം. ഞാൻ സേവിച്ചു പോരുന്ന ആരുടെ മുമ്പാകെയാണോ ഞാൻ നടന്നിരിക്കുന്നത്, ആ ദൈവം എന്ന് പറഞ്ഞാൽ അബ്രഹാമിന് ധൈര്യത്തോടെ പറയാനായിട്ട് സാധിക്കുന്നു. മലയാളത്തിൽ ഞാൻ സേവിച്ചു പോരുന്നതെന്നാ. അപ്പോൾ ഇംഗ്ലീഷിൽ ഞാൻ ആരുടെ മുമ്പാകെയാണോ നടന്നിരിക്കുന്നത്, ജീവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഒറ്റ വാക്കിൽ അതിൻ്റെ അർത്ഥത്തിൽ ഞാനത് ഇങ്ങനെ പറയട്ടെ, ഞാൻ ആരുടെ മുമ്പാകെയാണോ ജീവിച്ചത്, ആരുടെ മുമ്പാകെയാണ് ജീവിച്ചത്? എൻ്റെ ദൈവത്തിൻ്റെ മുമ്പാകെ. ഞാൻ ജീവിച്ചത് എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിലാണ്. ഞാൻ ഏതെങ്കിലും മനുഷ്യൻ്റെ മുമ്പിലല്ല, ഏതെങ്കിലും രാജാവിൻ്റെ മുമ്പിലല്ല, എൻ്റെ കുടുംബക്കാരുടെ മുമ്പിൽ. ഞാൻ അവരെ ഒന്നും അല്ല നോക്കിയതെന്നാ ഇവിടെ അബ്രഹാം സൂചിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, നാം ആരെയാണ് നോക്കുന്നത്? നാം ആരെയാണ് ഭയപ്പെടുന്നത്? നാം ആര് കാണാൻ വേണ്ടിയാണ് ജീവിക്കുന്നത്? ആരുടെ മുമ്പാകെയാണ് നാം നടക്കുന്നത്? നാം ആരെയാണ് സേവിക്കുന്നത്? ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കാനായിട്ട് ഇടയാകണം. നെഹമ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 8-ാം വാക്യത്തിൽ അബ്രഹാമിനെ കുറിച്ചൊരു കമൻ്റ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട്. അബ്രഹാമിൻ്റെ ഹൃദയം ദൈവം മുമ്പാകെ വിശ്വസ്തമായിരുന്നു. സ്തോത്രം! എത്ര അനുഗ്രഹിക്കപ്പെട്ടൊരു വാക്ക് അബ്രഹാമിനെ കുറിച്ച് പറയുന്നത്. അബ്രഹാമിൻ്റെ ഹൃദയം ദൈവം മുമ്പാകെ വിശ്വസ്തമായിരുന്നു. അബ്രഹാം സ്വയം പറയുന്നു, ഞാൻ സേവിച്ച അഥവാ ഞാൻ നടന്ന, ഞാൻ ജീവിച്ച എൻ്റെ ദൈവത്തിൻ്റെ മുമ്പാകെ ഞാൻ ജീവിച്ച്. എന്നിട്ട് പറയുന്നത്, ആ ദൈവം തൻ്റെ ദൂതനെ അയക്കും ഈ കാര്യം സാധിക്കാൻ വേണ്ടി. അതൊരു സാക്ഷ്യമാണ്. അബ്രഹാം ദൈവം മുമ്പാകെ പറയുന്ന സാക്ഷ്യം. അബ്രഹാമിനെ കുറിച്ച് നെഹമ്യാവ് പറയുന്നു, ദൈവം മുമ്പാകെ വിശ്വസ്തനായിരുന്നു അബ്രഹാം. പ്രിയമുള്ളവരെ, നാം ആരുടെ മുമ്പാകെയാണ് നടക്കുന്നത്? നാം അനുഗ്രഹിക്കപ്പെടും. ദൈവം പറഞ്ഞു, അബ്രഹാമേ, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. പക്ഷേ അബ്രഹാമിന് പറയാനുള്ള, കർത്താവേ, നീ അനുഗ്രഹിച്ചതിന് സ്തോത്രം എന്നല്ല, എൻ്റെ ദൈവമേ,
എനിക്ക് നിൻ്റെ മുമ്പാകെ നടക്കാൻ കഴിഞ്ഞല്ലോ. സ്തോത്രം. നെഹമ്യാവ് പറയുന്നു, അബ്രഹാം ദൈവമുമ്പാകെ വിശ്വസ്തമായി ജീവിച്ചു. സ്തോത്രം. ഞാനും നിങ്ങളും ഒന്ന് ചിന്തിക്കാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ നാളുകളിൽ നാം ആരുടെ മുമ്പാകെയാണ് നടക്കുന്നത്? ആരെയാണ് ഭയപ്പെടുന്നത്? പല ആളുകളും സഭയിലുള്ള ആളുകളെ ഭയപ്പെടുകയാണ്. സുവിശേഷകന്മാരെ, മൂപ്പന്മാരെ, പാസ്റ്റർമാരെ, അല്ലെങ്കിൽ മറ്റു പലരെയും, ഉത്തരവാദിത്വമുള്ള പലരെയും ഭയപ്പെടുകയാണ്. അല്ല, ഭയപ്പെടേണ്ട ദൈവത്തെയാണ്. എന്നെ കാണുന്നൊരു ദൈവം, ഞാൻ അവനെയാണ് സേവിക്കേണ്ടത്. എന്നെ അറിയുന്നൊരു ദൈവം, എന്നെ മനസ്സിലാക്കുന്ന ദൈവം, എല്ലാ നിലകളിലും എന്നെ എപ്പോഴും അറിയുന്നൊരു ദൈവം. അബ്രഹാം ദൈവത്തെ ഭയപ്പെടാൻ കാരണം അതാ. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ സാധിച്ചാൽ എത്രയോ ധന്യമായി. ഒരു വസ്തുത ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മെക്കുറിച്ച് വേറൊരാൾക്കൊരു സാക്ഷ്യമുണ്ടോ? ഇവനൊരു കുഴപ്പക്കാരനാണ്, ഇവനൊരു സാക്ഷ്യമില്ലാത്തവനാണ്, അല്ലെങ്കിൽ ഈ സഹോദരൻ ഈ സഹോദരി ശരിയല്ല, അങ്ങനെയാണോ നമ്മുടെ സാക്ഷ്യം? അതോ ഈ സഹോദരൻ ഞങ്ങളുടെ മുമ്പാകെ എന്നല്ല, ദൈവം മുമ്പാകെ വിശ്വസ്തമായി ജീവിച്ചൊരുവനാണ് എന്ന് നമ്മെക്കുറിച്ച് ആരെങ്കിലും സാക്ഷ്യം പറയും? എന്നെക്കുറിച്ചും താങ്കളെക്കുറിച്ചും അങ്ങനെ ഒരു സാക്ഷ്യം ഉണ്ടാകാൻ ഈ ദിവസങ്ങളിൽ ദൈവം സഹായിക്കട്ടെ. അബ്രഹാമിന് ആ സാക്ഷ്യം ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, അബ്രഹാമിനെക്കുറിച്ചുള്ള ഈ പഠനം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം നമ്മോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു. നാം ആരുടെ മുമ്പാകെയാണ് നടക്കുന്നത്? ആരെയാണ് സേവിക്കുന്നത്? നമ്മുടെ സാക്ഷ്യം എന്താണ്? ദൈവം എത്രയോ നിലകളിൽ നമ്മെ അനുഗ്രഹിച്ചു. എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് തന്നത്. ദൈവം അനുഗ്രഹിക്കാനായിട്ട് നമ്മളെ വിളിച്ചിരിക്കുകയാണ്, ദൈവം അനുഗ്രഹിച്ചിരിക്കുകയാണ്. എങ്കിലും നമ്മുടെ സാക്ഷ്യം എവിടെ? നാം തിരിഞ്ഞു ചിന്തിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. സാക്ഷ്യവും മാതൃകയുള്ളവരെ ജീവിപ്പാൻ കർത്താവ് കൃപ നൽകട്ടെ. വിശ്വസ്തയോടെ മുമ്പോട്ട് പോകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ പൊന്നുനാമം മഹത്വപ്പെടട്ടെ. ആമേൻ, ആമേൻ.